സുപ്രീം കോടതി എന്തെങ്കിലും പറഞ്ഞാൽ ഒന്നും മറുത്തു പറയാതെ അത് അങ്ങനെ തന്നെ അംഗീകരിക്കാൻ വേണ്ടിയിട്ടാണോ ജനാധിപത്യപരമായി നിങ്ങളെയൊക്കെ തെരഞ്ഞെടുത്തിരിക്കുന്നത്? അപ്പൊ തെരഞ്ഞെടുത്ത സർക്കാരല്ല ഈ തീരുമാനമെടുത്തത്, മറിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന രാഷ്ട്രീയ പാർട്ടിയാണ് തീരുമാനമെടുത്തത്. ആ രാഷ്ട്രീയ പാർട്ടിയാണ് അവിടെ നവോത്ഥാന മതിൽ എന്ന പേരിൽ വനിതാ മതിൽ കെട്ടിപ്പൊക്കിയത്. 50 കോടി അതിന്റെ പേരിൽ മുക്കി. ആ മതിൽ കെട്ടിപ്പൊക്കി അതിന്റെ മറവിൽ പോലീസ് പ്രൊട്ടക്ഷനോടുകൂടി സർക്കാരിന്റെ കാര്യങ്ങൾ ദുരുപയോഗം ചെയ്തുകൊണ്ട് എന്നാണ് പറയാൻ സാധിക്കുക. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് ശബരിമലയിൽ യുവതികളെ കയറ്റിയത്. കോടതി പറഞ്ഞിരുന്നോ നിങ്ങളോട് സമരം ഇരിക്കുന്നവരെയൊക്കെ അടിച്ച് നശിപ്പിക്കണം, പ്രായം ഒന്നും നോക്കാതെ അടിക്കണമെന്ന് പറഞ്ഞിരുന്നോ? കേരള പോലീസിന്റെ തലപ്പത്തും പിണറായി വിജയൻ തന്നെയായിരുന്നു അന്ന് ഉണ്ടായിരുന്നത്. അപ്പൊ അതൊന്നും ശരിയല്ലെന്നാണ് പറയുന്നത്. അന്ന് ഈ VS ജീവിച്ചിരിപ്പുണ്ടായിരുന്നു. ഇപ്പൊ അദ്ദേഹം ജീവനോടെ ഇല്ല. ഇപ്പൊ പറയുവാണ് അദ്ദേഹത്തിന്റെ രീതി ആയിരുന്നു ശരി. അപ്പൊ നിങ്ങൾ ചെയ്തത് തെറ്റാണെന്ന് നിങ്ങൾ സമ്മതിക്കുകയാണ്. നിങ്ങൾ എങ്ങനെയൊക്കെ വളച്ച് പറഞ്ഞാലും നിങ്ങൾ ചെയ്തത് തെറ്റാണെന്ന് നിങ്ങൾ സമ്മതിക്കുകയാണ്. വീണ്ടും നിങ്ങൾ ഈ സംസ്ഥാനത്തെ ഇയാളുടെ കയ്യിലാണോ കൊണ്ടുപോയി കൊടുക്കാൻ പോകുന്നത്? എന്റെ ചോദ്യം ജനങ്ങളോടാണ്. ഇന്ന് ശബരിമലയാണെങ്കിൽ നാളെ മലയാറ്റൂരാവാം, അതിന്റെ പിറ്റേന്ന് മറ്റു പലതുമാവാം. അപ്പോഴൊക്കെ നോക്കി നിൽക്കുമോ? കുറച്ച് ദിവസങ്ങളായി നമ്മൾ തമ്മിൽ കണ്ടിട്ടല്ലേ. ഈ പറയുന്ന പോലെ തന്നെ നടുവേദനയുടെ ആ ഒരു പ്രശ്നം ഉള്ളതുകൊണ്ട് ഇടയ്ക്ക് വേദന കൂടും. ആ സമയത്ത് ഒട്ടും ഇരിക്കാനൊന്നും പറ്റാത്ത ഒരവസ്ഥയിലാവും. ഇരിക്കുമ്പോഴാണെങ്കിലും ഒരു കാല് മുകളിലേക്കൊക്കെ കയറ്റി വെച്ച് താഴെ ഇരിക്കുന്ന ഒരു ലെവലിൽ കസേരയുടെ മുകളിൽ ഇരിക്കാനൊക്കെ പറ്റും. അപ്പൊ അങ്ങനെയൊക്കെ ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ടാണ് വീഡിയോ ചെയ്യാത്തത്. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എഴുതിയിട്ട് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് ഇന്നലെ. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് അറിയേണ്ടവർക്ക് അതൊന്ന് നോക്കിയാൽ മതി. അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന കാര്യം മറക്കണ്ട. സപ്പോർട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ വീഡിയോ കാണുക, ലൈക്ക് അടിക്കുക, കമന്റ് ചെയ്യുന്നത് മാത്രമല്ല സാമ്പത്തികമായി പിന്തുണയ്ക്കാൻ പറ്റുന്നവർക്ക് അങ്ങനെയും എന്നെ പിന്തുണയ്ക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. എനിക്ക് ആവശ്യമുള്ളൊരു സമയമാണ് ഒരു ഹെൽത്ത് ഇഷ്യൂയിലൂടെ കടന്നു പോകുന്നത് കൊണ്ട്. കൂടാതെ എനിക്ക് യൂട്യൂബ്, ഫേസ്ബുക്ക് പോലുള്ള മാധ്യമങ്ങളിൽ നിന്ന് വരുമാനവും ലഭിക്കാനില്ല. റിപ്പോർട്ട് അടിച്ച് എന്റെ വീഡിയോന്റെ വ്യൂസ് എല്ലാം കുറച്ചിട്ടിരിക്കുന്ന ഒരു അവസ്ഥയിലാണ്. നിങ്ങൾ ചാനൽ നോക്കിയാൽ തന്നെ കാണാൻ പറ്റും. അപ്പൊ നമുക്ക് വിഷയത്തിലേക്ക് വരാം. വിഷയം എന്താന്ന് വെച്ചാൽ പുതുമയുള്ളൊരു വിഷയമൊന്നുമല്ല. അതായത് യൂട്ടേൺ അടിയിൽ പ്രശസ്തമായിട്ടുള്ള നമ്മുടെ കേരള സർക്കാർ അല്ലെന്നുണ്ടെങ്കിൽ പിണറായി സർക്കാർ വീണ്ടും ഒരു യൂട്ടേൺ അടിയുമായിട്ട് രംഗത്ത് വന്നിരിക്കുകയാണ്. കേറിയപ്പോൾ ആദ്യമായി കൈവച്ച ശബരിമലയിൽ തന്നെ അടിയറവ് പറഞ്ഞിരിക്കുകയാണ്. ഇറങ്ങാൻ പോകുമ്പോഴും ഇരട്ടച്ചങ്കൻ. അപ്പൊ ദൈവത്തോട് കളിച്ചാൽ ഇത്തിരി പ്രശ്നമാണെന്നുള്ളത് നിരീശ്വരവാദികൾക്ക് ഇപ്പോഴെങ്കിലും മനസ്സിലായി കാണുമല്ലോ അല്ലെ? അല്ല, അവർക്കത് നേരത്തെ മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ അയ്യപ്പ സംഗമം പോലെയുള്ള കാര്യങ്ങളൊക്കെ നടത്തി ദൈവത്തെയും അതുപോലെ ആ ദൈവത്തെ വിശ്വസിക്കുന്ന ആളുകളെയും കുറച്ചുകൂടി പൊട്ടന്മാരാക്കാൻ പറ്റുമെങ്കിൽ ആക്കാം എന്ന് വിചാരിച്ചുകൊണ്ട് അതൊക്കെ ചെയ്തത്. എന്നാൽ ഇപ്പോൾ ശബരിമലയിൽ യുവതികളെ കയറ്റാം എന്ന സുപ്രീം കോടതി വിധിക്കെതിരെ അപ്പീല് പോകാൻ റെഡിയാണ് എന്ന് സുപ്രീം കോടതിയെ അറിയിച്ചിരിക്കുകയാണ് നമ്മുടെ സർക്കാർ. ഇപ്പൊ എന്താ പറയുന്നത്? സ്ത്രീകളെ കയറ്റണം എന്നാണോ? അല്ല, കയറ്റണ്ട എന്നാണ്. ഇതിനെയാണ് ഞാൻ യൂട്ടേൺ എന്ന് പറഞ്ഞത്. ഞാൻ മാത്രമല്ല, ഇനി നാട്ടുകാരെല്ലാം പറയുന്നത് യൂട്ടേൺ എന്നാണ്. എപ്പോഴും ആവേശത്തിന്റെ പുറത്ത് ഇടതുപക്ഷമാണ് ഞങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു തീരുമാനം എടുക്കും. ജനങ്ങളെല്ലാം എതിരാക്കും, അവരോട് മല്ലിടും. അവരുടെ സർക്കാർ തന്നെ അവർക്കെതിരെ നിൽക്കുന്നത് പോലെ പോലീസിന് വിട്ട് അടിപ്പിക്കും, വ്യാജ കേസുകൾ ചുമത്തും, സമരം ചെയ്യാൻ പോലും അവകാശമില്ലാത്ത രീതിയിൽ ആളുകളെ അടിച്ചമർത്തും. എന്നിട്ട് ഇലക്ഷൻ ഇങ്ങോട്ട് അടുക്കുന്ന സമയത്ത് ഈ ചെയ്ത കാര്യങ്ങളെല്ലാം യൂട്ടേൺ അടിക്കും. എന്തെങ്കിലും നിയമം കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അത് പിൻവലിക്കും. ഇതുപോലെ എന്തെങ്കിലും കേസൊക്കെ ഉണ്ടെങ്കിൽ അത് പിൻവലിക്കും. ഇതുപോലെ മുഷ്ടി പിടിച്ച് ഇന്നത് ചെയ്യൂ എന്ന് പറഞ്ഞിട്ട് പിന്നെ അതിൽ നിന്ന് യൂട്ടേൺ അടിച്ച് ഇപ്പോൾ സ്ത്രീകളെ കയറ്റണ്ട അല്ലെങ്കിൽ യുവതികളെ കയറ്റണ്ട എന്ന നിലപാടിലേക്ക് വന്നിരിക്കുകയാണ്. എത്ര മനോഹരമായാണ് ഇവരിതിനെ സാഹിത്യ ഭാഷയിൽ ന്യായീകരിക്കുന്നത് എന്നുകൂടി നിങ്ങൾ കാണണം. ഞാൻ അഖിലേന്ത്യാ സെക്രട്ടറിയായ ബേബി സാറിന്റെ ന്യായീകരണത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയൊന്ന് ക്ഷണിക്കണം. ബന്ധപ്പെട്ട വിഷയങ്ങൾ എന്തെല്ലാം തരത്തിൽ വിവാദമാകാം എന്നുള്ളതിന്റെ അനുഭവങ്ങൾ ചരിത്രത്തിലുണ്ട്. എന്ത് കാര്യം പറയണമെന്നുണ്ടെങ്കിലും ചരിത്രത്തിലേക്ക് ഒന്ന് പോയിട്ട് വരിക എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനമായിട്ടുള്ളൊരു കാര്യമാണ്. അതായത് തുടക്കത്തിൽ തന്നെ ആൾക്കാരെ കൺഫ്യൂസ് ചെയ്ത് വിട്ട് കഴിഞ്ഞാൽ പിന്നെ പറയുന്ന ഒന്നും ആൾക്കാരുടെ തലയിൽ കയറിയല്ല. അപ്പൊ എപ്പോഴും നോക്കിയാലും ബ്രിട്ടീഷുകാർ ഭരിച്ച കാലം അല്ലെന്നുണ്ടെങ്കിൽ മനുഷ്യനുണ്ടായ കാലം ഇങ്ങനെ തുടങ്ങുള്ളൂ. ചരിത്രത്തിലുണ്ട് ഇതുപോലെ ഓരോ കാര്യങ്ങൾ ചെയ്ത് അവസാനം ജനങ്ങളെതിരായി കഴിയുമ്പോൾ ഭരണാധികാരികൾ അടിയറവ് പറയുന്ന കാഴ്ച, യൂട്ടേൺ അടിക്കുന്ന കാഴ്ച. അപ്പൊ ഇത് പിണറായി വിജയൻ മാത്രമല്ല ചെയ്യുന്നത് എന്ന് വളരെ മനോഹരമായി സാഹിത്യ ഭാഷയിൽ ന്യായീകരിക്കുകയാണ് നമ്മുടെ ബേബി സാർ. ഇപ്പോൾ ഇടതുപക്ഷ മുന്നണിയുമായി ബന്ധപ്പെട്ട് ഇടതുപക്ഷ മുന്നണി നടപ്പാക്കാൻ ശ്രമിച്ചത് ഇടതുപക്ഷ മുന്നണിയുടെ തീരുമാനമല്ല, സുപ്രീം കോടതിയുടെ തീരുമാനമാണ്. അന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നടപ്പാക്കാൻ ശ്രമിച്ചത് ആര് നടപ്പാക്കാൻ ശ്രമിച്ചത്? കേരള സർക്കാരല്ല, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി, ഒരു രാഷ്ട്രീയ പാർട്ടി നടപ്പിലാക്കാൻ ശ്രമിച്ചത് ഹൈക്കോടതിയുടെ തീരുമാനമാണ് എന്നാണ് പറയുന്നത്. ഷെടാ, ഹൈക്കോടതിയുടെ തീരുമാനത്തിനെതിരെ അപ്പോൾ തന്നെ ജനവിധി എതിരാണെങ്കിൽ, ജനങ്ങളുടെ പ്രതിനിധിയാണല്ലോ സർക്കാർ, ജനങ്ങൾ ഒരു കാര്യം വരുമ്പോഴത്തേക്ക് എങ്ങനെ റിയാക്ട് ചെയ്യും എന്നുള്ളത് ഏറ്റവും നന്നായിട്ട് അനലൈസ് ചെയ്യേണ്ടതും അറിഞ്ഞിരിക്കേണ്ടതും സർക്കാരാണ്. അപ്പൊ സർക്കാർ ജനങ്ങൾക്ക് ഇത് ഇഷ്ടമാവില്ല, ഇത് ഇവിടെ ഒരു മതപരമായിട്ടുള്ള ഒരു കലാപം ഉണ്ടാക്കാൻ ഇടയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഇതിനെതിരെ ഒരു ഹർജി കൊടുക്കേണ്ട ഉത്തരവാദിത്തം ഈ സർക്കാരിനില്ലായിരുന്നോ? സുപ്രീം കോടതി എന്തെങ്കിലും പറഞ്ഞാൽ ഒന്നും മറുത്തു പറയാതെ അത് അങ്ങനെ തന്നെ അംഗീകരിക്കാൻ വേണ്ടിയിട്ടാണോ ജനാധിപത്യപരമായി നിങ്ങളെയൊക്കെ തെരഞ്ഞെടുത്തിരിക്കുന്നത്? അപ്പൊ തെരഞ്ഞെടുത്ത സർക്കാരല്ല ഈ തീരുമാനം എടുത്തത്, മറിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന രാഷ്ട്രീയ പാർട്ടിയാണ് തീരുമാനമെടുത്തത്. ആ രാഷ്ട്രീയ പാർട്ടിയാണ് അവിടെ നവോത്ഥാന മതിൽ എന്ന പേരിൽ വനിതാ മതിൽ കെട്ടിപ്പൊക്കിയത്. 50 കോടി അതിന്റെ പേരിൽ മുക്കി.
ആ മതിൽ കെട്ടിപ്പൊക്കി അതിന്റെ മറവിൽ പോലീസ് പ്രൊട്ടക്ഷനോടുകൂടി സർക്കാരിന്റെ കാര്യങ്ങൾ ദുരുപയോഗം ചെയ്തുകൊണ്ട് എന്നാണ് പറയാൻ സാധിക്കുക. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് ശബരിമലയിൽ യുവതികളെ കയറ്റിയത്. അത് ചെയ്തതാണ്. എത്ര ചരിത്രം പറഞ്ഞാലും നിങ്ങളും ആ ചരിത്രത്തിന്റെ ഭാഗമായി. അത് ഈ ആധുനിക കാലത്ത് പോലും നിങ്ങളൊരു മനുഷ്യന്റെ ഫീലിങ്സ് മനസ്സിലാക്കാതെ മുഷ്ടി പിടിച്ചുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നിരീശ്വരവാദ രാഷ്ട്രീയത്തിൽ ഊന്നി നവോത്ഥാനത്തിന്റെ പേരും പറഞ്ഞ് നിങ്ങൾ അത് ചെയ്തു. അടുത്ത ന്യായീകരണം കേട്ടോ. അപ്പൊ ഈ അനുഭവങ്ങളുടെ എല്ലാം പശ്ചാത്തലത്തിൽ ഇപ്പോ സുപ്രീം കോടതി നേരത്തെ പുറപ്പെടുവിച്ച വിധി പുനഃപരിശോധിക്കുകയാണ്. കണ്ടോ, ഇവിടെ വിധി പുനഃപരിശോധിച്ചത്, യൂ ടേൺ എടുത്തത്, പറഞ്ഞ കാര്യം മാറ്റി പറഞ്ഞത്, പണ്ട് മുഷ്ടി ഉരുട്ടിയിട്ട് ഇപ്പം കീഴടങ്ങിയത്, ഇതൊന്നും ഞങ്ങളല്ല, സുപ്രീം കോടതിയാ. മനസ്സിലായില്ലേ? അവര് തന്ന വിധിയാണ്, എന്തോ പ്രശ്നമുണ്ട് എന്ന് വിചാരിച്ചിട്ട് അവര് തന്നെ ഇപ്പൊ പുനഃപരിശോധിക്കുന്നത്. ഇതിൽ നമുക്ക് റോളൊന്നുമില്ല. മറ്റുള്ളവർ നിലപാട് മാറ്റിയിട്ടുണ്ടല്ലോ. താരതമ്യം ഇവരുടെ ന്യായീകരണ ക്യാപ്സൂലിൽ ഒരു മെയിൻ ഇൻഗ്രീഡിയന്റ്. അതായത് ഇവരുടെ ഒരു നേതാവ് പെണ്ണ് പിടിച്ച കേസ് വന്നാൽ ഇവർ പറയും കോൺഗ്രസിലെ നേതാവും പെണ്ണ് പിടിച്ചിട്ടുണ്ടല്ലോ, അപ്പൊ അവർക്ക് പിടിക്കാമെങ്കിൽ ഞങ്ങൾക്കും പിടിച്ചൂടെ. ഒരു അഴിമതി കേസ് വന്നു, ഇത്ര കോടി മുക്കി എന്ന് പറഞ്ഞാൽ ഉടനെ അവർ പറയും കോൺഗ്രസിൽ ഒരു അഴിമതി വന്നല്ലോ. അപ്പൊ ഇവര് ബാലൻസ് ചെയ്തുകൊണ്ട് പോകും. മനസ്സിലായില്ലേ? അവർക്ക് പിടിച്ചു പറിക്കാമെങ്കിൽ ഞങ്ങൾക്ക് പിടിച്ചു പറിച്ചൂടെ എന്ന ചോദ്യമാണ്. അവരും പറിച്ചൂടാ, നിങ്ങളും പറിച്ചൂടാ എന്ന് പറയാനുള്ള നാവ് നമ്മൾ ജനങ്ങൾക്ക് ഇല്ലാതെ പോയി. അതുകൊണ്ട് ഈ ന്യായീകരണങ്ങളൊക്കെ ഇപ്പോഴും നമ്മൾ മിണ്ടാതെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. കണ്ടി ആ സുപ്രീം കോടതിയുടെ തീരുമാനം വന്നപ്പോൾ ആ തീരുമാനം സ്വാഗതം ചെയ്യാത്തതായിട്ട് ഒരു രാഷ്ട്രീയ പാർട്ടിയും ഇല്ല. ഇതൊക്കെ നമുക്ക് ഓർമ്മയുള്ളതാണ്. അപ്പൊ അന്ന് തന്നെ ചില രാഷ്ട്രീയ പാർട്ടികൾ അവയുടെ നിലപാട് മാറ്റുകയാണ് ചെയ്തത്. അന്ന് ഒരുപാട് രാഷ്ട്രീയ പാർട്ടികൾ ഈ സുപ്രീം കോടതി വിധിനെ സ്വാഗതം ചെയ്തിട്ട് പിന്നെ നിലപാട് മാറ്റിയെന്ന്. ആരാണത്? മനസ്സിലായില്ല. ആരാണ്? അന്ന് പ്രത്യക്ഷത്തിൽ ജനങ്ങൾക്കൊപ്പം നിന്ന്, ജനങ്ങളുടെ വികാരത്തിനൊപ്പം നിന്ന് സമരം ചെയ്തത് BJP എന്ന രാഷ്ട്രീയ പാർട്ടിയാണ്. കോൺഗ്രസ്സുകാരെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കണ്ടിരുന്നു. എന്നാലും പ്രത്യക്ഷത്തിൽ അവര് ഈ നിലപാട് എന്ന് പറയുന്ന ഒരു സംഗതി അത്ര കാര്യമായിട്ട് പറഞ്ഞിരുന്നില്ല. ഇടയ്ക്കും തലക്കും ഒക്കെ വിശ്വാസികളോടൊപ്പമാണ് എന്ന പ്രസ്താവനകളൊക്കെ വന്നിരുന്നു. അങ്ങനെയാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരുന്നത്. ഇതിൽ ഏത് രാഷ്ട്രീയ പാർട്ടി നിലപാട് മാറ്റിയെന്നാണ് നിങ്ങൾ പറയുന്നത്? നിങ്ങളാണ് ഇപ്പോൾ നിലപാട് മാറ്റിയത്. അത് മറയ്ക്കാനായിട്ട് നിങ്ങൾ അവര് ചെയ്തു ഇവര് ചെയ്തു എന്നും പറഞ്ഞ് നിങ്ങൾ അക്യൂസ് ചെയ്യുവാണോ? അത് ഞങ്ങൾ എന്താ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികളല്ലേ? ഞങ്ങളെയൊക്കെ പറ്റിക്കാമെന്ന വലിയ രീതിയിലുള്ള കോൺഫിഡൻസ് നിങ്ങൾക്ക് ഉണ്ടല്ലോ. ഇത്രയും നാൾ നിങ്ങൾ വലിയ ധൈര്യത്തോടെ അത് ചെയ്തുകൊണ്ടിരുന്നതാണല്ലോ. അതുകൊണ്ട് തന്നെ ആ കോൺഫിഡൻസ് ഉണ്ടാവും. അടുത്ത ഞാൻ കേട്ടോ. മുമ്പ് VS അച്യുതാനന്ദൻ ഗവൺമെന്റിന്റെ കാലത്ത് സംസ്ഥാന ഗവൺമെന്റ് പ്രതികരണം അറിയിച്ചപ്പോൾ പറഞ്ഞൊരു ഭാഗമുണ്ട്. ഇതുപോലുള്ള ആരാധനാലയങ്ങളും ആചാരപരമായ ചരിത്രവുമുള്ള സ്ഥാപനങ്ങളുടെ അല്ലെങ്കിൽ ആരാധനാലയങ്ങളുടെ അവിടുത്തെ നടപടിക്രമങ്ങൾ അതിലെന്തെങ്കിലും മാറ്റം വരുത്തുന്ന വിഷയം തീരുമാനിക്കുമ്പോൾ അത്തരം കാര്യങ്ങളിൽ നല്ല പാണ്ഡിത്യമുള്ള ആളുകൾ, അതോടൊപ്പം സാമൂഹ്യ പരിഷ്കരണത്തിൽ നിലപാട് സ്വീകരിച്ചിട്ടുള്ള, പൊതുവിൽ സമൂഹത്തിനിടയിൽ അംഗീകാരവും സ്വീകാര്യതയുമുള്ള പ്രമുഖ വ്യക്തികൾ, ഇവരടങ്ങുന്ന ഒരു സംഘത്തെ, ഒരു ടീമിനെ ഇത് സംബന്ധിച്ച് അഭിപ്രായങ്ങൾ അറിയാൻ കോടതിക്ക് ആശ്രയിക്കാവുന്നതാണ്. അച്യുതാനന്ദന്റെ ഭരണകാലത്തുണ്ടായ ഒരു കാര്യമാണ് പറയുന്നത്. അതായത് ഈ ആരാധനാലയങ്ങളുമായിട്ടുള്ള ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഒരു വിവാദം വരികയാണെന്നുണ്ടെങ്കിൽ അതുമായിട്ട് ഏറ്റവും ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാർ, അതിൽ പാണ്ഡിത്യമുള്ള ആൾക്കാർ, അതുപോലെ തന്നെ നവോത്ഥാനമായിട്ട് ചിന്തിക്കുന്ന അല്ലെങ്കിൽ പുരോഗമനപരമായിട്ട് സംസാരിക്കുന്ന ആൾക്കാരൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ടീം ഉണ്ടാക്കി പഠിച്ചിട്ടാണ് തീരുമാനിക്കാൻ പാടുള്ളൂ എന്ന്. ഇത് പറയാൻ വേണ്ടിയിട്ടും ആൾക്കാരെ കൺഫ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടും ഒരുപാട് കാര്യങ്ങൾ വള 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 പറഞ്ഞു പോകുന്നുണ്ട്. അതൊന്നും കേട്ട് നമ്മൾ സമയം കളയേണ്ട ആവശ്യമില്ല. ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ. അച്യുതാനന്ദ കാലത്ത് പറഞ്ഞതായിരുന്നു ശരി. പിണറായി വിജയൻ അതിനെതിരെ ഈ പറയുന്ന ഒരു ആരാധനാലയവുമായി ബന്ധപ്പെട്ട് ഒരു പാണ്ഡിത്യവും ഇല്ലാത്ത, പ്രഗത്ഭരായ ആരുമില്ലാത്ത ഒരു മന്ത്രിസഭ സുപ്രീം കോടതി വിധി വന്ന പാടെ അന്ന് ഞങ്ങൾ സ്ത്രീകളെ കെട്ടിക്കോളാം എന്ന് പറയുന്നത് മാത്രമല്ല, ഒരു നവോത്ഥാനം അതിലെന്നും പറഞ്ഞുകൊണ്ടൊരു സാധനം നടത്തി. അതിന്റെ മറവിൽ കൂടി പോലീസ് പ്രൊട്ടക്ഷനോടുകൂടി സ്ത്രീകളെ കയറ്റാൻ മുൻകൈ എടുത്തു എന്ന് പറഞ്ഞാൽ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്തു. വയസ്സായ അമ്മമാർ അവിടെ സമരം ഇരുന്നപ്പോ അവരെ വരെ അടിച്ച് വശം കെടുത്തി. അതൊന്നും ഒരു മനുഷ്യന് പോലും ചെയ്യാൻ കഴിയാത്ത സംഗതി. കോടതി പറഞ്ഞിരുന്നോ നിങ്ങളോട് സമരം ഇരിക്കുന്നവരെയൊക്കെ അടിച്ച് നശിപ്പിക്കണം, പ്രായം ഒന്നും നോക്കാതെ അടിക്കണമെന്ന് പറഞ്ഞിരുന്നോ? കേരള പോലീസിന്റെ തലപ്പത്തും പിണറായി വിജയൻ തന്നെയായിരുന്നു അന്ന് ഉണ്ടായിരുന്നത്. അപ്പൊ അതൊന്നും ശരിയല്ലെന്നാണ് പറയുന്നത്. അന്ന് ഈ VS ജീവിച്ചിരിപ്പുണ്ടായിരുന്നു. ഇപ്പൊ അദ്ദേഹം ജീവനോടെ ഇല്ല. ഇപ്പൊ പറയുവാണ് അദ്ദേഹത്തിന്റെ രീതി ആയിരുന്നു ശരി. അപ്പൊ നിങ്ങൾ ചെയ്തത് തെറ്റാണെന്ന് നിങ്ങൾ സമ്മതിക്കുകയാണ്. നിങ്ങൾ എങ്ങനെയൊക്കെ വളച്ച് പറഞ്ഞാലും നിങ്ങൾ ചെയ്തത് തെറ്റാണെന്ന് നിങ്ങൾ സമ്മതിക്കുകയാണ്. ഏതൊക്കെ രീതിയിൽ അയ്യപ്പനെയും ശബരിമലയെയും പിണറായി വിജയൻ എന്ന വ്യക്തി അധിക്ഷേപിച്ചിട്ടുണ്ടെന്നറിയാമോ? ഞാനൊരു വീഡിയോ കാണിക്കാം. അയ്യപ്പൻ നൈഷ്ഠിക ബ്രഹ്മചാരിയാണ്, സ്ത്രീകൾ കടക്കരുതെന്ന് പറയുന്നത്. ഈ പൂജാരിയും ബ്രഹ്മചാരിയാവണം. ഇതാണ് വസ്തുത. അവിടെ പൂജാരി ബ്രഹ്മചാരിയായിരിക്കും. അദ്ദേഹം കല്യാണം കഴിക്കാൻ പാടില്ല. നമ്മളെ ഇവിടുത്തെ തന്ത്രിയുടെ ബ്രഹ്മചര്യം നമുക്കറിയാം.
ഗൃഹസ്ഥാശ്രമത്തിന്റെ കാര്യം മാത്രമല്ല ഞാൻ പറയുന്നത്, അതിന്റെ അപ്പുറം കടന്ന് വ്യഭിചാരത്തിലേക്ക് പോയിട്ടുള്ള ഒരു പോലീസിന്റെ സാധാരണഗതിയിൽ ഞാൻ നേരത്തെ പറയാറുണ്ട്, കയറുന്ന ആളുകൾക്ക് പോലീസ് സംരക്ഷണം കൊടുക്കുമെന്നത് അത് ഉണ്ടായിട്ടുണ്ട്. രണ്ടും ഒന്നും തമ്മിൽ വ്യത്യാസമുണ്ടോ? രണ്ട് സ്ത്രീകൾ കയറിയതിന് നാടാകെ ഹർത്താലിന് പുറപ്പെട്ടവർക്ക് അതിന്റെ പിന്നാലെ ഒരു സ്ത്രീ കയറിയതിന് ഹർത്താലില്ലേ? ഇനി ഏതെങ്കിലും സ്ത്രീ കയറിയാൽ അപ്പോഴും ഹർത്താൽ ഉണ്ടാവുമോ? കാരണം സ്ത്രീകളിപ്പോ അവിടെ കയറിയില്ലേ? ഇത് എന്തൊക്കെയായിരുന്നു വർത്താനം? ഏതെങ്കിലും സ്ത്രീ കാര്യമെങ്കിൽ ആത്മാഹുതി ഏത് കളയെന്ന് പറഞ്ഞ നേതാവുകളെ എവിടെയുണ്ട്? നമ്മൾ ആരുടെ ആത്മാഹുതി ഒന്നും ആഗ്രഹിക്കുന്നില്ല കേട്ടോ. എന്നാലും ആ പരിഹാസ്യത നമ്മൾ ആലോചിക്കണമെന്ന് മാത്രം. ഇപ്പൊ സ്ത്രീ കാര്യമല്ലോ, ഒരു തടസ്സമില്ലാതെ കാര്യമല്ലോ. ഇതാണ് നാം കാണേണ്ടത്. അയ്യപ്പന്റെ ബ്രഹ്മചര്യത്തെക്കുറിച്ച് എന്തെല്ലാം പറയാൻ സാധിക്കൂ. ഞാൻ പ്രത്യേകിച്ച് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ കണ്ടിട്ടുള്ള ഒരു മെയിൻ കാര്യമാണ്, ഏറ്റവും വൃത്തികേടായിട്ടാണ് ഇവര് സ്ത്രീകളെ പ്രൊജക്ട് ചെയ്യുക. ഇവര് വലിയ നവോത്ഥാനത്തിന്റെ ആൾക്കാരാണെന്നൊക്കെ പറയുമെങ്കിലും ഇവര് മറ്റുള്ളവരെ വിമർശിക്കാൻ വേണ്ടി അത്രയും വൃത്തികെട്ട സെക്സിസ്റ്റ് ആയിട്ടുള്ള വേർഡ്സ് ആണ് യൂസ് ചെയ്യുക. അത്രയും നമ്മൾ കേൾക്കുന്നവര് ലജ്ജിച്ചു പോകും. അത് ഏത് നേതാവും, ഈ അച്യുതാനന്ദൻ അടക്കം അങ്ങനത്തെ വാക്കുകളൊക്കെ യൂസ് ചെയ്യാൻ ഒരു മടിയില്ലാത്ത ആൾക്കാരായിരുന്നു. ആ നിലവാരം തന്നെയാണ് അയ്യപ്പന്റെ കാര്യത്തിൽ ഇയാളെടുത്ത് പ്രയോഗിച്ചത്. എന്നിട്ട് ഇതേ വ്യക്തി അയ്യപ്പ സംഗമം നടത്തിയപ്പോൾ എന്താണ് പ്രസംഗിച്ചതെന്നറിയാമോ? അതും കേട്ടോ. ഞാനും നീയും ഒന്നാകുന്നു എന്ന് പറയുമ്പോൾ അന്യരില്ല എന്നുകൂടിയാണ് അർത്ഥം. അഥവാ അന്യരിലേക്ക് കൂടി ഞാൻ എന്ന സങ്കല്പം ചേർന്ന് നിൽക്കുകയാണ്. ഇങ്ങനെ അന്യരെ കൂടി ഉൾക്കൊള്ളുകയും അന്യനോട് ചേർന്ന് നിൽക്കുകയും ചെയ്യുമ്പോൾ അന്യത എന്നത് ഇല്ലാതാവുകയാണ്. അപരൻ എന്നൊരാൾ ഇല്ലാതാവുകയാണ്. എല്ലാവരും ഒന്ന് എന്ന ബോധം തെളിയുകയാണ്. അത് തെളിയിക്കുക എന്നതാണ് ശബരിമലയുടെ സന്ദേശം. കല്ലും മുള്ളും കാലിക്കുമെത്ത എന്ന ശരണം വിളിച്ചുകൊണ്ട് കഷ്ടപ്പെട്ട് കാനനപാതകൾ താണ്ടി 18-ാം പടി കയറി അവിടെ എത്തുന്ന ഭക്തജനങ്ങളെ സ്വാഗതം ചെയ്യുന്നത് തത്വമസി എന്ന ഉപനിഷത്ത് വചനമാണ്. ചാന്തോക്യോപനിഷത്തിലെ ഈ വചനത്തിന്റെ പൊരുൾ അത് നീ തന്നെ എന്നതാണെന്ന് നമുക്കറിയാം. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ഇത് രണ്ടും രണ്ട് വ്യക്തികളാണ് എന്നാണോ തോന്നുന്നത്? അല്ലെങ്കിൽ ഉളുപ്പില്ലാത്ത ഒരു വ്യക്തിയാണ് എന്നാണോ തോന്നുന്നത്? ഞാൻ ഇതിനുള്ള ഉത്തരം നിങ്ങൾക്ക് വിട്ടു തരികയാണ്. ഇങ്ങനൊരു വ്യക്തിയാണോ കേരളം എന്ന സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയായി ഇരിക്കേണ്ടത്? വീണ്ടും നിങ്ങൾ ഈ സംസ്ഥാനത്തെ ഇയാളുടെ കയ്യിലാണോ കൊണ്ടുപോയി കൊടുക്കാൻ പോകുന്നത്? എന്റെ ചോദ്യം ജനങ്ങളോടാണ്. ഇന്ന് ശബരിമലയാണെങ്കിൽ നാളെ മലയാറ്റൂരാവാം, അതിന്റെ പിറ്റേന്ന് മറ്റു പലതുമാവാം. അപ്പോഴൊക്കെ നോക്കി നിൽക്കുമോ? വേറെന്ത് ചെയ്യും? റോഡിൽ കിടന്ന് അടുത്ത അടി കൊള്ളാൻ റെഡിയാവോ? ആലോചിച്ച് വോട്ട് ചെയ്താൽ മതി. തുടർന്ന് കാണുക പബ്ലിക് ഒപ്പീനിയൻ.